റീസെന്റ് ആയിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിന്, അതായത് ആള് ഇവിടുന്ന് മിക്സർ ജർമ്മനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് ആയിരുന്നു. അപ്പൊ അത്യാവശ്യം നല്ല റീച്ചായി, സെയിൽ വന്നു, നല്ല റീച്ചായി, കമ്പനി സെറ്റപ്പ് ആയ സമയത്ത് ബട്ട് ആളവിടെ ട്രേഡ് മാർക്ക് എടുത്തിട്ടില്ലായിരുന്നു. അവിടെ ബ്രാൻഡിന്റെ നെയിമിൽ ട്രേഡ് മാർക്ക് എടുത്തിട്ടില്ലായിരുന്നു. അവിടുത്തെ ലൈസൻസ് ഇല്ലാണ്ടാണ് അവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതെ, ലൈസൻസ് ഇല്ല. അതുപോലെ തന്നെ ട്രേഡിംഗ് കമ്പനി ത്രൂ വേറെ രീതിയിൽ സാധനം ഇറക്കിയതായിരുന്നു. മനസ്സിലാക്കുക, നിങ്ങൾ ബ്രാൻഡ് അവിടെ ഇറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ ട്രേഡ് മാർക്ക് വേണമെന്നില്ല. അതായത് അവിടുത്തെ കമ്പനി അവിടെ രജിസ്റ്റർ ആവണമെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിന്റെ നെയിമിൽ അവർ ട്രേഡ് മാർക്ക് എടുക്കണം. കാരണം ഫ്യൂച്ചറിൽ വേറെ ആരെങ്കിലും ആ സെയിം നെയിമിൽ വേറെ അവിടെ ട്രേഡ് മാർക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് അവിടെ പോകും. അപ്പോൾ പിന്നെ സാധനം അവിടെ ഇറക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇഷ്യൂ വന്ന് ആളെ കമ്പനീൻ്റെ പേരിൽ വേറെ ഒരു കമ്പനി ട്രേഡ് മാർക്ക് എടുത്തു. അവരുടെ ലൈസൻസ് കട്ടായി, അവർക്ക് സാധനം അവിടെ ഇറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കേസ് വരുന്ന സമയത്ത്. കാരണം കമ്പനി ഓൾറെഡി റീച്ചായി, ബ്രാൻഡിന് പേര് വന്ന്, നെയിം ഓൾറെഡി എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് സമയത്ത് ഇങ്ങനെ സിറ്റുവേഷൻ വന്നാൽ ഡ്രോപ്പ് ഓഫ് ചെയ്യാനായിട്ട് വേറെ ഓപ്ഷൻ ഇല്ല.